എന്തായിരുന്നു സ്ത്രീകളുടെ ജീവിതം? നമ്മുടെ കരിവള്ളൂരെ കയ്യൂരെ ചെറിയമ്മ, കണ്ടക്കൈയിലെ കുഞ്ഞാക്കമ്മ, ഇവരെല്ലാം അന്ന് ഈ ജന്മിമാരുടെ പീഡനത്തിനിരയായിട്ടും കൂസാതെ കർഷക സംഘത്തിൻ്റെ പ്രവർത്തകരായി നടന്ന് പ്രസംഗിച്ച സ്ത്രീകളാണ്. ചെറിയമ്മയെ വീട്ടിൽ ചെന്ന് ആക്രമിക്കാൻ ആദ്യത്തെ ദിവസം പോയില്ല എന്ന് പരാതിക്ക് വന്നിട്ട് ആക്രമിക്കുമ്പോൾ ആ ഭാവസ്ത്രീ കണ്ണിന് ചെങ്കണ്ണ് വന്നിരിക്കുക. തമ്പുരാനെ ആക്രമിക്കരുത്, എൻ്റെ കണ്ണിന് ചെങ്കണ്ണാണ്, കണ്ണ് സുഖപ്പെട്ടാൽ ഞാൻ വന്നോളാം, എന്നാലെങ്കിലും ഈ വികൃതി പോകുമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. പക്ഷേ നിൻ്റെ കണ്ണല്ല എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞതുകൊണ്ട് വൃത്തികെട്ട് വാചകവും പ്രയോഗിച്ചിട്ട് ആ സ്ത്രീയെ ആക്രമിച്ചു. കണ്ണിൽ നിന്ന് ചോര വന്നു, കണ്ണ് പൊട്ടിപ്പോയി, 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. പക്ഷേ അക്ഷരാഭ്യസിക്കാത്ത ചെറിയമ്മ കർഷക സംഘത്തിൻ്റെ യോഗത്തിൽ ഭർത്താവ് രാമനോടൊപ്പം പോയി പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ജന്മിത്വം അവസാനിപ്പിക്കണം. അല്ലേ, എൻ്റെ അനുഭവമാണ്. അടുത്ത തലമുറയിലെ പെൺകുട്ടികൾക്കും വരിക. നമുക്ക് മാനാഭിമാനമുണ്ട്, അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ സമരം ചെയ്തത്. കൊടുമ്പിരി കൊണ്ട കർഷക സമരങ്ങൾ. കുഞ്ഞാക്കമ്മയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് അവർ വീണ്ടും പ്രവർത്തനത്തിന് പോയി. വലിയ തോതിൽ ആളുകളെ ആകർഷിച്ചു. എത്ര സ്ത്രീകൾ, നമുക്ക് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ച പ്രയാസം, സ്ത്രീകൾ ഏത് സമുദായത്തിലായാലും വലിയ പ്രയാസമാണ്. താഴെയുള്ള സ്ത്രീകൾക്ക് താഴ്ന്ന ജാതി എന്നും പറഞ്ഞിട്ട് മാറുമറക്കാൻ അവകാശമില്ല, അവർക്ക് വിദ്യാഭ്യസിക്കാൻ അവകാശമില്ല, ചവിട്ടി തേക്കുകയാണ് അവരെ, മുലക്കരം ചുമത്തുകയാണ്. കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജന്മിമാർ സ്ത്രീക്ക് അവയവം വരുമ്പോൾ അതിന് നികുതി ചുമത്തുന്നു. എന്തൊരു ജുഗുപ്സാവഹമായിട്ടുള്ള കാര്യമാണ്. മുലക്കരം കൊടുത്തില്ലെങ്കിൽ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവയവത്തിൻ്റെ വലിപ്പവും സൗന്ദര്യവും എല്ലാം വർണ്ണിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ജന്മിമാരുടെ കാര്യസ്ഥന്മാർ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു സഹോദരിയുടെ അഭിമാനത്തിനേൽക്കുന്ന ക്ഷതം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. ചേർത്തലയിൽ നങ്ങേലി എന്ന് പറയുന്ന ഒരു യുവതി സഹിച്ചുകൂടാഞ്ഞിട്ട് നെല്ല് കൊയ്യാൻ ഉപയോഗിക്കുന്ന അരിവാളെടുത്തിട്ട് തൻ്റെ മാറിടം മുറിച്ചിട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തു. കാലമാടന്മാരെ കൊണ്ടുപോയി, ഇതല്ലേ നിങ്ങൾ നികുതി എന്നും പറഞ്ഞിട്ട് വരുന്നത്. എന്തൊരു അപഹാസ്യതയാണ്, ഒരു മനപ്രയാസവും എന്തൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് സഹോദരിമാർ സഹിച്ചത്. ഇനി വലിയ സവർണ കുടുംബത്തിലായാലോ, മേലാസകലം പൊതിഞ്ഞു ചുറ്റി ഘോഷ മറക്കുട. നമ്പൂതിരി സ്ത്രീകൾക്ക് അവർക്ക് പഠിക്കാൻ പാടില്ല, അവർക്ക് ജീവിതത്തിൽ പുറത്ത് പ്രാണവായു ശ്വസിക്കാൻ പുറത്തേക്കിറങ്ങാൻ പാടില്ല. ഈ ഇല്ലത്തിൻ്റെ ഇരുട്ടിൽ കല്യാണം കഴിച്ച നമ്പൂതിരി അല്ലാതെ അയാൾക്ക് കീഴിലുള്ള അപ്പൻ നമ്പൂതിരിമാരെയൊന്നും കാണാൻ പാടില്ല. അവർ ഭക്ഷണത്തിനൊക്കെ വരുമ്പം വലിയ ശബ്ദം ഉണ്ടാക്കും. അയാളുടെ ഭാര്യയല്ലാതെ ബാക്കി പെണ്ണുങ്ങളെല്ലാം കൂടി ഏതെങ്കിലും കുണ്ടടെ പോയിട്ട് ഒളിച്ചോളണം. വീട്ടിൽ, സ്വന്തം വീട്ടിൽ. എന്തൊരു ജീവിതമാണത്. അവിടെയാണ് വീട്ടി ഭട്ടതിരിപ്പാടും MRBയും എല്ലാം ഇറങ്ങിച്ചെന്നിട്ട് പറഞ്ഞത്, മറക്കുടയും ഘോഷയും ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരിക സഹോദരിമാരെ, നിങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരിക, നിങ്ങൾ അക്ഷരം പഠിക്കുക, നിങ്ങൾ തൊഴിൽശാലകളിലേക്ക് പോവുക, നിങ്ങൾക്കൊരു ജീവിതമുണ്ട് എന്ന്. അതാണ് സ്ത്രീകൾ പുറത്തിറങ്ങാനുള്ള തുടക്കം. വലിയ തോതിൽ ICP നമ്പൂതിരിയുടെ 3 സഹോദരിമാരെ അന്നത്തെ ആചാരങ്ങൾ തെറ്റിച്ച് വിവാഹം കഴിച്ച് അയക്കാൻ ആ കുടുംബം തീരുമാനിച്ചു. ഒരാളെ വൃദ്ധനായിട്ടുള്ളൊരു നമ്പൂതിരിക്ക്, അങ്ങനെയാണ് നമ്പൂതിരി സ്ത്രീകളുടെ കല്യാണം കഴിയാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ വളരെ പ്രായം ചെന്ന നമ്പൂരാർക്ക് 4-മത്തെയോ 5-മത്തെയോ ഒക്കെ വിവാഹമായിട്ട് കഴിച്ചു കൊടുക്കുകയാണ് പതിവ്. ആര് ചോദിക്കാൻ ആ സഹോദരിമാരുടെ വികാരത്തെക്കുറിച്ച്? അപ്പോഴാണ് ICP അതല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരിമാരെ വിധവ പുനർവിവാഹം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ വിധവയായിട്ടുള്ള സഹോദരി വിവാഹം ചെയ്തു കൊടുത്തു. ഏറ്റവും ഇളയ സഹോദരി പ്രിയദത്ത അന്തർജനത്തെ ഒരു ഈഴവന്, കല്ലാട്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഈഴവന് വിവാഹം ചെയ്തു കൊടുത്തു. പ്രിയദത്ത കല്ലാട്ട് എന്നുള്ള പേരിൽ സാമൂഹ്യ രംഗത്ത് അവർ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു. ഒരുപാട് ആളുകൾ, ആര്യാന്തർജനം, ആര്യവള്ളം, അതുപോലെ തന്നെ ദേവകി നെന്മിനിമംഗലം, ഇവരെല്ലാം തന്നെ, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മിനിമംഗലം ഒരു മീറ്റിങ്ങിൽ ചോദിച്ചു. എല്ലാവരും കൂടി നിങ്ങളെല്ലാം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, വിധവയെ വിവാഹം ചെയ്യാൻ തയ്യാറായ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അതാണ് പ്രായോഗികമായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രമിക്കും? വിധവാ വിവാഹം, എൻ്റെ അമ്മോ വലിയ കുറ്റകൃത്യമാണ് വിധവയെ വിവാഹം ചെയ്താലെന്ന് ആ സമയത്ത് ചോദിക്കുമ്പോൾ വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഞാനുണ്ട്. അതുപോലെ ഉള്ള ഒരുപാട് ആളുകൾ ആ സമുദായത്തിൽ നിന്ന് പുറത്തു വന്നു. ഞാനതിൻ്റെ കഥകളിലേക്ക് പോകുന്നില്ല. വളരെ ധീരമായിട്ടുള്ള ഇടപെടൽ അന്ന് നടത്തി. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, കാരണം ഈ ഇരുളാണ്ട അന്ധവിശ്വാസ ജടിലമായ സമൂഹത്തിലാണ് ധീരയായിട്ട് സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്.
അത്രയും ധൈര്യം കാണിക്കണ്ട ഇന്ന് നമുക്ക് പ്രവർത്തിക്കാൻ. എന്നിട്ട് നമ്മൾ എത്ര പേര് അങ്ങനെ ഇറങ്ങാൻ തയ്യാറാവുന്നുണ്ട്? നമുക്ക് പരിമിതമായിട്ടുള്ള സൗകര്യമുള്ളിടത്ത് പോലും പോയാൽ ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് അസ്വസ്ഥതയായില്ലേ? 5 മണിയാകുമ്പോൾ വീട്ടിലെന്തൊക്കെയോ തകർന്നു പോകും എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗം കേട്ടിട്ടില്ലേലും വേണ്ടില്ല, പ്രവൃത്തി നടന്നിട്ടില്ലേലും വേണ്ടില്ല, 5 മണിയെ ഭേദിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരു ചോദ്യം നമ്മൾ തൊടുത്തുവിടുകയാണ്, ആർക്കാണ് 5 മണിയെ ധീരമായി നേരിടാൻ സാധിക്കുക? ഈ ഹാളിനകത്ത് ഇപ്പോൾ 5 മണി കഴിഞ്ഞു, 5:30 ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളാരും എഴുന്നേൽക്കുന്നില്ല, പതുക്കെ ബാഗും എടുത്ത് പുറത്തേക്ക് പോകുന്നുമില്ല. ഇല്ലെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും ത്യാഗം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിലെ വിഹ്വലതകൾ പരിഹരിക്കുക? അതുകൊണ്ട് നമുക്ക് മുന്നേ നടന്നു പോയ ത്യാഗികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ 4 പേര് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തൂക്കുമരത്തിലേറിയത് അമ്മപെങ്ങന്മാരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പവും ചിരുകണ്ണനും കുഞ്ഞമ്പു നായരും അബൂബക്കറും. അതിൻ്റെ കഥയൊന്നും ഞാനിപ്പോൾ ഇവിടുന്ന് പറയുന്നില്ല. അവരോട് അവസാനത്തെ ആശ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒന്നും കൂടി കയ്യൂര് വന്ന് ജനിക്കണം, കർഷക സംഘത്തിൻ്റെ പ്രവർത്തകരായി മാറിയിട്ട് അമ്മപെങ്ങന്മാരുടെ മാനം കവരുന്ന ഈ ജന്മിമാർക്കെതിരായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തൂക്കുമരത്തിൽ കഴുത്ത് നീട്ടാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ധന്യരായി, സാധിച്ചു തരുമോ ഈ ആശ എന്നാണ് ചോദിച്ചത്. അപ്പം എത്രമാത്രം പ്രതിജ്ഞാബദ്ധരായിരുന്നു, ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെന്ന് എത്രമാത്രം ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പ്രതിധ്വനിയാണ് ആ കേട്ടത്. അതിൻ്റെ ഏതെങ്കിലും ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും പകർത്താൻ നമുക്ക് എല്ലാവരും തൂക്കുമരത്തിലേറൊന്നും വേണ്ട. ഇന്ന് അനന്തമായ സാധ്യതകളുണ്ട് നമുക്ക് പോരാട്ടം നടത്താൻ. പക്ഷേ നമ്മൾ നേരിടേണ്ടത് ചെറിയ വിപത്തിനെയൊന്നുമല്ല. നമ്മളിന്ന് സ്വതന്ത്രരാണ്, വസ്ത്രം ധരിക്കാം, ഭക്ഷണം കഴിക്കാം, ഇതൊക്കെ ചെയ്യാം, വിദ്യ അഭ്യസിക്കാം, കുട്ടികൾക്ക് എവിടെ വേണം പെൺകുട്ടികൾക്ക് പോയി പഠിക്കാം. പക്ഷേ ഇന്നത്തെ സമൂഹം വളരെ ലളിതമാണെന്ന് വ്യാഖ്യാനമൊന്നും വേണ്ട. നമുക്ക് നേരിടാനുള്ളതും വലിയ വിപത്തുകളാണ്. ഏത് വിപത്തുകൾ? ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇവിടെ ഇന്ത്യൻ ഭരണാധികാരികൾ നടപ്പിലാക്കിയത് ഏത് ജാതി ഭരണമാണ്? അവർ ജനാധിപത്യത്തിലേക്കും സോഷ്യലിസത്തിലേക്കും പോയോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ബോർഡ് നമുക്ക് എഴുതി വെക്കേണ്ടി വന്നത്? സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം. സ്വാതന്ത്ര്യത്തിൻ്റെ 10-75 വർഷം പിന്നിട്ടിട്ടും നാം ഈ ബാനർ എഴുതിയിട്ട് വീണ്ടും ചർച്ച ചെയ്യുകയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കുറിച്ച്. എന്തുകൊണ്ട്? ഒരു ഉത്തരമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണാധികാരികൾ ഇവിടുത്തെ ഫ്യൂഡലിസത്തോടും വളർന്നു വരുന്ന മുതലാളിത്തത്തോടും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്നത്തെ ലോക സാമ്രാജ്യത്വത്തിന് വിടുപണി ചെയ്തുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഭരണം ക്രമീകരിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പരിപാടിയിൽ ഇന്ത്യയിലെ ഭരണാധികാരി വർഗത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. എങ്ങനെ? ഇത് ബൂർഷ്വാ ഭൂപ്രഭു ഭരണവർഗത്തിൻ്റെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം. അത് സാമ്രാജ്യത്വത്തോട് സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതലായിട്ട്. അങ്ങനെയുള്ള ഒരു ഭരണത്തിൽ താഴ്ന്ന ജാതിക്കാർ സ്വാതന്ത്ര്യം പ്രാപിക്കില്ല, ദളിതർക്ക് മുന്നോട്ട് വരാൻ സാധിക്കില്ല, സ്ത്രീകൾക്ക് മോചനം നേടാൻ സാധിക്കില്ല, പാവപ്പെട്ട ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും.